നമസ്കാരം. ഇന്നൊരു പ്രധാന ദിവസമാണ്. 2020 മാർച്ച് 25 കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. 21 ദിവസത്തെ ലോക്ക്ഡൌൺ മഹാഭാരത യുദ്ധം കഴിയുന്ന പോലെ കഴിയുമെന്നാണ് പ്രധാനമന്ത്രി അന്ന് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, ഒരു പുതിയ അസുഖമാണ്, എങ്ങനെയാണ് അതിന്റെ നിലപാടുകൾ വരിക എന്നൊന്നും അറിയില്ല. ആ ഒരു സമയത്ത് ആദ്യഘട്ടത്തിലൊക്കെ മാധ്യമങ്ങൾ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കേണ്ടായി. ഏറ്റവും നല്ല പ്രവർത്തനമാണ് കേരള സർക്കാർ കാഴ്ചവെച്ചത്. പിന്നീട് അത് കേരള സർക്കാരിന്റെ നേട്ടമായി എന്ന് കണ്ടപ്പോൾ, രണ്ടാമത് ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് കണ്ടപ്പോൾ അതിനെ തിരിഞ്ഞു നിന്ന് ആക്രമിക്കുക എന്നുള്ള ഒരു രീതിയാണ് മാധ്യമങ്ങൾ കൈക്കൊണ്ടത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വരുന്നതോടുകൂടി അത് വ്യക്തമാവും. കാരണം അവരുടെ തന്നെ ഒരു പ്ലാനിങ് ആയിരുന്നു അത് കോവിഡ് കൊള്ളാന്ന് പറഞ്ഞ ഒരു വാർത്ത അവതരിപ്പിക്കുന്നത്. അന്ന് തന്നെ ഇതിന് പ്രതിരോധം നമ്മൾ തീർത്തിരുന്നു, വളരെ ചെറിയ തോതിൽ നമ്മുടെ പ്രൊഫൈലിലൊക്കെ. ആ പ്രതിരോധം ഇപ്പോഴും വളരെ പ്രസക്തമാണ്. പ്രധാന ലോക്ക്ഡൌൺ ഉണ്ടായ ദിവസം ഇന്ന് മാർച്ച് 25 കേരളത്തിലെ ആദ്യത്തെ കോവിഡ് മരണം നടക്കുന്നത് മാർച്ച് 28 2020. അന്നാണ് പ്രധാനമായിട്ടും ഒരു പർച്ചേസിലേക്ക് പോകുന്നത്, വലിയ പർച്ചേസിലേക്ക്. എല്ലാ FHSകൾക്കും PPE കിറ്റുകൾ വേണം എന്നുള്ള ആവശ്യത്തിന്റെ പേരിൽ. അപ്പോൾ നിപ്പയ്ക്ക് ഉണ്ടായിരുന്ന PPE കിറ്റുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു ഡിമാൻഡ് കൂടിയപ്പോൾ, അത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നിരോധനമൊക്കെ വന്നപ്പോൾ നമ്മളുടെ അവിടെ വലിയ നിലയ്ക്ക് വില കൂടി. മെയ് ഒക്കെ ആകുമ്പോഴേക്കും കുറേശ്ശെ കുറഞ്ഞു വന്നു. ഈ 2020 മാർച്ചിലത്തെ ഒരു പ്രശ്നത്തെ 2021 ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് TV പ്രസാദ് ഏഷ്യാനെറ്റ് വാർത്തയായിട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത് ആ സമയത്ത് തന്നെയാണ്. ആ സമയത്ത് ഇന്ത്യ ടുഡേ കേരളത്തിന് ഒരു അവാർഡ് കൂടി നൽകുന്നുണ്ട്, ഏറ്റവും നല്ല ആരോഗ്യ പ്രവർത്തനത്തിനുള്ള അവാർഡ്. നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാം. കാരണം ഈ മാപ്രകൾക്കെതിരെ മറുപടി പറയുമ്പോൾ ഓർത്തോർത്ത് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മറക്കാതെ പോകാനുള്ള കാരണം അത് തന്നെയാണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് വാർത്ത പുറത്തു വരുന്നുണ്ടായി. അവാർഡ് വാർത്ത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ മേഖല, പൊതുജന ആരോഗ്യ മേഖലയ്ക്ക് ദേശീയമായ മാധ്യമമായ ഇന്ത്യ ടുഡേ അവാർഡ് നൽകുകയാണ്. ഒരുപാട് വിഭാഗത്തിൽ അതിൻ്റെ മുൻഗണന വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി അവാർഡിന് അർഹമായത് കേരളമാണ്. ഒരു തുടർച്ചയായ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു അവാർഡ് വരുന്നത് എന്നുള്ളത് ഇന്ത്യ ടുഡേ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ടുഡേക്ക് നന്ദി പറയുന്നു. കൂടെ എല്ലാ മലയാളികൾക്കും ഇതൊരു അംഗീകാരമാണ്. നമ്മൾ ഇതിന് മുമ്പ് കിട്ടിയ ഒരു അവാർഡിനെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമം, ദൃശ്യമാധ്യമം ഏഷ്യാനെറ്റ്, കേരളത്തിലെ ഒരു മിനിസ്റ്റർക്ക് അവാർഡ് കൊടുത്തു. പാലം പണിതിട്ട് നമ്മുടെ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്, അവർക്കാണ് ഏറ്റവും നല്ല മന്ത്രി എന്ന നിലയ്ക്ക് ഒരു അവാർഡ് കൊടുത്ത ഒരു ചരിത്രമുണ്ട്. പാലാരിവട്ടം പാലം പണിത ആ മന്ത്രിക്കാണ് അവാർഡ് കൊടുത്തത്. അവരുടെ അംഗീകാരത്തിന് നമ്മൾ കൈയടിക്കുന്നു. ഇനി ആ മാധ്യമം എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് എന്നുള്ള മാധ്യമം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഇതുവരെ പിടിച്ചു നിർത്തിയ, കോവിഡ് കാലത്ത് ലോക ശ്രദ്ധയിൽ മാക്സസെ അവാർഡിന് പോലും അർഹമാക്കുന്ന രീതിയിൽ പിടിച്ചു നിർത്തിയ ശൈലജ ടീച്ചർക്ക് കൊടുത്ത അവാർഡ് എന്താണെന്ന് അറിയും? കോവിഡ് കൊള്ളക്കാരി എന്നുള്ള അവാർഡ്. ാണ് COVID-19 എന്ന് പറഞ്ഞ വൈറസ് വരുന്നത്. ഡിസംബറിലാണ് ചൈനയിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് നാടുകളിലും ഇത് റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ഗ്ലൗസ്, മാസ്ക്, PPE കിറ്റ് എന്നീ സാധനങ്ങളൊന്നും അവിടെ അവൈലബിൾ അല്ല, വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ള ഇറ്റലിയിൽ നിന്നുള്ള വാർത്തകൾ വരെ നമുക്ക് വരുന്നുണ്ട്. 2020 ജനുവരി 30 നമ്മളുടെ അവിടെയാണ് ആദ്യമായിട്ട് കോവിഡ് സ്ഥിരീകരിക്കുന്നത്, തൃശ്ശൂരാണ്. പക്ഷെ അന്ന് ഇതൊരു വ്യാപനം ഉണ്ടായില്ല. രണ്ടാമത് മാർച്ച് മാസത്തിൽ ജനതാ കർഫ്യൂ പ്രഖ്യാപിക്കുകയും അതിനുശേഷം നമ്മൾ ഇന്ന് വരെ ആദ്യമായി കേട്ട ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിയുന്നത്. ആ സമയത്ത് അതുവരെ നിപ്പയ്ക്കും അതിനു മുമ്പ് പക്ഷിപ്പനി ഉണ്ടായപ്പോഴും മാത്രം ഉപയോഗിച്ചിരുന്ന PPE കിറ്റ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റ്, അത് ഒരു കമ്പനി ആവശ്യത്തോളം, കേരളത്തിൻ്റെ മൊത്തം ആവശ്യത്തോളം ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നാണ് TV പ്രസാദിൻ്റെ വാർത്ത പറയുന്നത്. ആവശ്യത്തിന് അന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു മണ്ടത്തരം പറയാനായിട്ട് TV പ്രസാദ്, നിങ്ങളുടെ കുത്തിത്തിരിപ്പിന് മാത്രമേ കഴിയുള്ളൂ. ഇത് മാർക്കറ്റിൽ ആവശ്യപോലെ ആയത് പല കമ്പനികൾ പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോഴാണ്. ഇനി ഒരു കാര്യം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാം. PPE കിറ്റ്, പൾസ് ഓക്സിമീറ്റർ, തെർമൽ സ്കാനർ, RT-PCR ടെസ്റ്റ്, ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് വേണ്ട കോവിഡുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാക്കുകളൊക്കെ ക്വാറന്റൈനും ഐസൊലേഷനും വരെ മലയാളി ആദ്യമായി കേൾക്കുന്നതായിരുന്നു. നിങ്ങൾക്ക് പണ്ട് കോവിഡ് വന്നതിൻ്റെ പരിചയം ഉണ്ടാവും, അങ്ങനെ നിങ്ങൾക്കിത് പരിചയം ഉണ്ടാവും എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അറിവ്, നിങ്ങൾ വലിയ പരിണതപ്രജ്ഞരാണല്ലോ. എന്തായാലും ഒരു വാർത്ത ചെയ്യുമ്പോൾ 2020 മാർച്ച് 30 ഇവിടെ എന്തായിരുന്നു ഈ പാൻഡമിക് സിറ്റുവേഷൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ ചെയ്ത വാർത്തയ്ക്ക് ഞങ്ങളൊരു അവാർഡ് തരുന്നുണ്ട്. അത് ഇനി കോവിഡ് കാലത്ത് നടത്തിയ കൊള്ളയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പര സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ് അടുത്തത്. കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ ഒന്നാം പിണറായി സർക്കാർ വാങ്ങിയ ഇൻഫ്രാറെഡ് തെർമോമീറ്ററിന്റെ മറവിലും ലക്ഷങ്ങളുടെ വെട്ടിപ്പ്. കോവിഡ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിപ്പിച്ചു. സാധാരണ ഹോസ്പിറ്റലിൽ പോലും ഉപയോഗിച്ചിരുന്നില്ല ഇൻഫ്രാറെഡ് തെർമൽ സ്കാനറുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൃത്യത വളരെ കുറവായിരുന്നു. പരസ്പരം കൈകൊണ്ട് തൊടാൻ പാടില്ല,
മറ്റൊന്നും ഉപയോഗിച്ച് തൊടാൻ പാടില്ല എന്നുള്ള കോവിഡ് കാലത്തിൻ്റെ പ്രത്യേക നിർദ്ദേശമാണ് തെർമൽ സ്കാനറുകൾ ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തെർമൽ സ്കാനറുകൾ ആവശ്യമായിട്ട് വന്നതും. അതുവരെ ഉണ്ടായിരുന്ന തെർമോമീറ്ററുകളുടെ സ്ഥാനം പിന്നീട് മാറിപ്പോവാണ് കോവിഡ് വന്നപ്പോൾ ഉണ്ടായത്. ആ ഒരു ഘട്ടത്തിൽ ആവശ്യത്തിന് മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്ന തെർമൽ സ്കാനറുകളാണ് വില കൂടുതൽ കൊടുത്ത് വാങ്ങിച്ചത്. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ അത് ആർക്കും മനസ്സിലാവുന്നതാണ്. കോവിഡ് കൊള്ളാന്നുള്ള വാർത്ത TV പ്രസാദ് ഏഷ്യാനെറ്റിലൂടെ പുറത്തുവിടുന്നത് 2021 ഡിസംബറിലാണ്. കോവിഡിൻ്റെ ആദ്യ തരംഗമായ ആൽഫ വൈറസിൻ്റെ തരംഗം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ അപകടകരമായ ഡെൽറ്റ വൈറസിൻ്റെ തരംഗം കഴിഞ്ഞ് ഒമിക്രോൺ തരംഗം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കോവിഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു അവസ്ഥയായി. PP കിറ്റ്, പൾസ് ഓക്സിമീറ്റർ ഒക്കെ നമ്മുടെ അവിടെ സുലഭമാവുന്ന ഒരു അവസ്ഥയായി. സാധാരണക്കാർക്ക് ഇതൊക്കെ കിട്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടായതിന് ശേഷം മാത്രമാണ് ഈ വാർത്ത കൊണ്ട് പുറത്തു വരുന്നത്. 2020 മാർച്ച് 30 ഒരു അഴിമതിയെ കുറിച്ചാണ് ഇവർ വാദോരാതെ സംസാരിച്ചു കൊണ്ടുമിരിക്കുന്നത്. നമുക്ക് ആ വാർത്ത കൈകാര്യം ചെയ്യുന്ന രീതി കാണാം. ഈ കോവിഡ് കാലത്ത് നടത്തിയ കൊള്ളയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പര സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ് അടുത്തത്. കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ ഒന്നാം പിണറായി സർക്കാർ വാങ്ങിയ ഇൻഫ്രാറെഡ് തെർമോമീറ്ററിന്റെ മറവിലും ലക്ഷങ്ങളുടെ വെട്ടിപ്പ്. 1500 മുതൽ 2000 രൂപയ്ക്ക് തെർമോമീറ്റർ കിട്ടുമെന്നിരിക്കെ സർക്കാർ കൊടുത്തത് ഒന്നിന് 5400 രൂപ. ഏറ്റവും മികച്ചത് 1500 രൂപയ്ക്ക് കിട്ടുമെന്ന കരാറിലേർപ്പെട്ട സർജിക്കൽ സ്ഥാപനം ഞങ്ങളോട് സമ്മതിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. കോവിഡ് കൊള്ള. ഇതാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്തവർ വളരെ കുറവാണ്. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് വാങ്ങിക്കുന്നതിന്റെ പേരിലും സർക്കാർ നടത്തിയത് തീവെട്ടിക്കൊള്ളയാണ്. കോവിഡ് കാലത്ത് എല്ലാവർക്കും സുപരിചിതമായ കാഴ്ചയാണിത്. ആശുപത്രികളിലും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും എന്നുവേണ്ട എല്ലായിടത്തും ആളുകളുടെ ശരീരോഷ്മാവ് പരിശോധിച്ചാണ് കടത്തിവിട്ടത്. ഇൻഫ്രാറെഡ് തെർമോമീറ്ററാണ് ഇതിനായി ഉപയോഗിച്ചതും. സർക്കാരിനും ആശുപത്രിയിലടക്കം വിതരണം ചെയ്യാൻ ധാരാളം വേണ്ടിവന്നു. അടിയന്തര ആവശ്യത്തിന്റെ പേരിൽ തൃശൂർ സർജിക്കൽ എന്ന സ്ഥാപനം കഴിഞ്ഞ വർഷം ഏപ്രിൽ 30 സർക്കാരിന് കൊട്ടേഷൻ അയക്കുന്നു. 5400 രൂപയ്ക്ക് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ നൽകാമെന്ന്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ അന്നത്തെ ജനറൽ മാനേജർ ഡോക്ടർ SR ദിലീപ് കുമാറുമായി കമ്പനി ചർച്ച ചെയ്യുന്നു. വിപണി വിലയുടെ 3 ഇരട്ടി തീരുമാനിച്ച് കൊട്ടേഷൻ കിട്ടിയ ദിവസം തന്നെ ഫയൽ തുടങ്ങുന്നു. അന്ന് തന്നെ വൈകുന്നേരത്തിന് മുമ്പ് പർച്ചേസ് ഓർഡറും തയ്യാർ. ഒരു ഉദ്യോഗസ്ഥൻ പോലും വിപണി വിലയെക്കുറിച്ച് ഫയലിൽ ഒരക്ഷരം വേണ്ടിയില്ല. ജനറൽ മാനേജറുടെ തീരുമാനം അതുപോലെ നടപ്പായി. വിപണി വിലയുടെ 3 ഇരട്ടി വിലയായ 5400 തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർക്കാർ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വാങ്ങി നൽകിയത് എന്ന് ഈ രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാണ്. ഇനി നമുക്ക് സർക്കാർ ഓർഡർ നൽകിയ തൃശൂർ സർജിക്കൽസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം. തൃശൂർ സർജിക്കൽ അല്ലേ? അതെ അതെ അതെ. നമുക്ക് അവിടെ ഈ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഇപ്പോൾ ഉണ്ടോ? നിലവിൽ എത്രയാണ് ഇവിടുത്തെ റേറ്റ്? എത്രയാണ്? 1200, 1500 അങ്ങനെ പല റേഞ്ച് ഉണ്ട്. ഏറ്റവും നല്ലത് 1500 ആണോ സിംഗിൾ ആകുമ്പോൾ? അതെ. അപ്പൊ നമ്മളിപ്പോ കുറെ കൂടി ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ കുറച്ചുകൂടി കുറക്കാൻ പറ്റും അല്ലേ? പറ്റും. കേട്ടല്ലോ അല്ലേ? കേരളത്തിൽ മാത്രമാണ് വിദ്യാഭ്യാസം മുടക്കാതെ SLC പരീക്ഷ വരെ നടത്തിയത്. ആദ്യഘട്ടത്തിൽ SLC പരീക്ഷ നടത്താനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ പോലും ഇത് കാണുന്നത്. TV പ്രസാദും ആ സമയത്താണ് കാണുന്നത്. ആ സാധനമാണ്. അന്നത്തെ വില എത്രയാണ്, അന്ന് എങ്ങനെയായിരുന്നു ഇതിന്റെ ക്ഷാമവും അവസ്ഥയും, ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മുടെ അവിടെ വരുമ്പോൾ എന്തായിരുന്നു അതിൽ സംഭവിച്ചത് എന്നറിയാതെ 2021 ഡിസംബറിലെ വില ചോദിച്ചുകൊണ്ട് ഞാൻ എന്തോ വലിയ കാര്യമായിട്ട് കണ്ടെത്തിയെന്ന് TV പ്രസാദ് പറയുന്നത്. അറിവും തിരിച്ചറിവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യങ്ങളെ വ്യക്തമായിട്ട് അറിയുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന കഴിവാണ്. കണ്ടത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന അവസ്ഥ അത് വളരെ പരിതാപകരമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെയാവുമ്പോൾ എത്രത്തോളം സങ്കടകരമാവും. ഓക്സിജൻ കിട്ടാതെ ദഹിപ്പിക്കാൻ സ്ഥലമില്ലാതെ ഇന്ത്യയിൽ അലഞ്ഞു നടന്ന കോവിഡ് കാലത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അതിലൊന്നുമല്ല പരാതി. കോവിഡിൻ്റെ ഒരു മഹാമാരി സമയത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായി നടപ്പാക്കിയിടത്താണ് നിങ്ങളുടെ പരാതി. എന്തായാലും നടക്കട്ടെ. ആ വാർത്ത ആവേശത്തോടു കൂടി ഫാക്ട് ചെക്ക് ചെയ്യാതെ അവസ്ഥ മനസ്സിലാക്കാതെ പുറത്തു കൊണ്ടുവന്നു എന്നുള്ള ആവേശം പറയുന്ന TV പ്രസാദ് നിങ്ങളുടെ കഴിവിനെ, അതുപോലെ ഈ വാർത്ത വൃത്തികെട്ട നിലയ്ക്ക് അവതരിപ്പിച്ച ബിനു വി ജോൺ, അല്ലെങ്കിൽ ഈ വാർത്തയുടെ മൊത്തം അവകാശം ഞങ്ങളാണിത് കണ്ടെത്തിയതെന്ന് പറയുന്ന സിന്ധു സൂര്യകുമാർ, ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്ന PG സുരേഷ് കുമാർ, നിങ്ങളുടെയൊക്കെ കഴിവിനെ മലയാളി അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള അംഗീകാരം മലയാളി നന്നായിട്ട് തരും. അത് കൂടുതൽ വാങ്ങിച്ചു വെക്കാൻ നിങ്ങൾ അർഹമാവട്ടെ. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് തെളിമയോടെ പുറത്തു വരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നയിക്കുന്ന BMS എന്ന് പറഞ്ഞ ഒരേ ഒരു സംഘടനയുള്ള ഏഷ്യാനെറ്റ് ഇടതുപക്ഷത്തിനോട് എങ്ങനെ പെരുമാറും എന്നുള്ളതാണ്. ഇന്നലെയും ഇന്നും നാളെയും ഒക്കെയുള്ള പോരാട്ടങ്ങൾ ഇവിടെ തന്നെയുണ്ട്. നമുക്ക് കാണാം, ഇതൊരു പോരാട്ടത്തിൻ്റെ തുടർവഴികളാണ്. ഓരോരുത്തരും മനുഷ്യരാവുകയും മാധ്യമപ്രവർത്തകരാവുകയും ചെയ്യേണ്ടുന്ന ഒരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.